എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ റീഡിംഗ് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള പ്രണയാർദ്രമായ എന്തൊക്കെ ഫീലിങ്സാണ് അവർക്കുള്ളത്, അവരുടെ വികാരങ്ങളാണ് തീർച്ചയായിട്ടും നോക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ലവ് റീഡിംഗ് ആണ്. ഒരു സ്നേഹബന്ധത്തിലുള്ളവർക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലുള്ളവർക്കും ആർക്കും ഏത് സമയത്ത് ഏത് ജെൻഡറിലുള്ളവർക്കും റെസനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ചിലപ്പോൾ റെസനേറ്റ് ആവണമെന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. തീർച്ചയായിട്ടും ഇത് ഏത് ജെൻഡറിലുള്ളവർക്കും ഏത് സമയത്തും കാണാവുന്ന റീഡിംഗ് ആണ്. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഇങ്ങനെ ടൈം പീരീഡ് ഒന്നും കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും ഏത് സമയത്തും കാണാവുന്ന ഒരു റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ പ്രണയാർദ്രമായ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് കാർഡുകൾ എടുത്തു വെച്ചു. എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉള്ളവരെയാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലുള്ളവരാണ് കൂടുതലും ഇത് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം അവരുടെ ബന്ധത്തിലുള്ള വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. തീർച്ചയായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ഉള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു പിണക്കത്തിലുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് നമുക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പുതിയ തുടക്കമാണ് വരുന്നത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അവരുടെ ആത്മാവിൻ്റെ പാതി അവർ കണ്ടെത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത്രത്തോളം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ഐഡിയൽ പാർട്ട്ണർ എന്നവർ ഈ ഒരു സമയത്ത് വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി നിങ്ങൾക്കേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വിവാഹത്തിലേക്ക് എത്താവുന്ന ഒരു തരത്തിലുള്ള ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ഒത്തുചേരലിനൊക്കെയുള്ളൊരു സാധ്യത വളരെ പെട്ടെന്ന് തന്നെ കാണുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വെഡ്ഡിങ് കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ തമ്മിലൊരു റീയൂണിയനുള്ളൊരു സാധ്യത ഈ ഒരു കാർഡുകളൊക്കെ സൂചിപ്പിക്കുന്നു. ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. അതെങ്ങനെയുള്ള പ്രണയമായിരിക്കും? ഒരു സോളിഡ് എൻഡ്യൂറൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൃഢമായ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ബന്ധം. അങ്ങനെയായിട്ട് നിങ്ങളുടെ ബന്ധം മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ടോട്ടലി ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫ്ലേർട്ടിങ് എനർജിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം തുടങ്ങാനും അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലവ് ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ലവ് അടിച്ച് നടന്നാൽ മാത്രം കാര്യമില്ല, നിങ്ങളെ സ്വന്തമാക്കാനാണ് അവർ ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഡീപ്പായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഡീപ്പായിട്ടുള്ളൊരു മിസ്സിങ് ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നൊരു ഫീലാണ് വരുന്നത്. ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നൊരു ഫീൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. ഒരു പ്രണയബന്ധത്തിൻ്റെ അങ്ങ് എക്സ്ട്രീം ലെവലിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് ഒരു വിവാഹം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു നല്ല ഫ്യൂച്ചറാണ് അവർ സ്വപ്നം കാണുന്നത്. അവരുടെ ഊണിലും ഉറക്കത്തിൽ രാത്രികാലങ്ങളിലൊക്കെ അവർ നിങ്ങളെ ഓർത്ത് അത്രത്തോളം അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നതും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷനെ പറ്റിയൊക്കെ അവർ അത്രത്തോളം അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊരു നോ കോൺടാക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു വിവാഹത്തിലേക്ക് എത്തണം എന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളാണ് അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ അവരത്രത്തോളം നിങ്ങളെ ഡീപ്പായിട്ട് മിസ്സ് ചെയ്യുകയാണ്. അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ മനസ്സൊക്കെ അത്രത്തോളം ഫുൾഫിൽഡ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമാണ് അവർക്ക് ഈ ഒരു സമയത്തുള്ളത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് വരുന്നത്. നമുക്ക് കുറച്ച് കാർഡ്സും കൂടെ നോക്കാം.
കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും അതായത് അവർ നിങ്ങളിലേക്ക് വരാത്തത് തീർച്ചയായിട്ടും അവർക്കൊരു ജോലിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ടായിരിക്കും അവർ നിങ്ങളിലേക്ക് വരാൻ മടിച്ചത്. തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തിക അവസ്ഥ കൊണ്ടായിരിക്കാം, അവർക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്തതുകൊണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ജോലിയൊക്കെ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തിനേയും ആ ഒരു വ്യക്തി നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതത്തിൽ എന്തു വന്നാലും ഒരുമിച്ച് നേരിടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സുഖമായാലും ദുഃഖമായാലും ഒരുമിച്ച് നേരിടാൻ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവർക്ക് നിങ്ങളോട് ഡീപ്പായിട്ടുള്ള ഒരു ആകർഷണമുള്ളൊരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ അവർ നിങ്ങൾക്കായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ അവർ നിങ്ങളെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. അവരത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപഭംഗിയിലൊക്കെ അവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവരുടെ ചിന്താഗതികളൊക്കെ മാറുന്നുണ്ട് ഈ ഒരു പ്രണയബന്ധത്തിൽ. എന്തു തന്നെ വന്നാലും കുറേ ചലഞ്ചസ് ഒക്കെ ഉണ്ടാവാം. ഏത് പ്രണയബന്ധമായാലും അതിൽ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ ആ ഒരു ചലഞ്ചസിനെയൊക്കെ അവർ നേരിടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള അഗാധമായ പ്രണയമാണ്. തീർച്ചയായിട്ടും ഇത്രയും നാളും അവരൊരു തണുത്ത ഒരു മട്ടായിരിക്കാം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ, അല്ലെങ്കിൽ അവരെ വലിയ ആക്ഷനൊന്നും എടുത്തിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ ഒരു തമാശ പോലെ തുടങ്ങിയ ഒരു ബന്ധമാവാം. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി വളരെ ദൃഢനിശ്ചയം ഈ ഒരു ബന്ധത്തിൽ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ അവിടെ എടുക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. ഇതൊരു വിവാഹത്തിലേക്ക് ചേരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് അഗാധമായ പ്രണയമാണ്. പ്രണയം തുളുമ്പുന്ന കാർഡുകളാണ് മൊത്തം വന്നിരിക്കുന്നത്. പ്രണയം കൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങളോട് അത്രത്തോളം ഒരു ഫീലിങ്സ് ആണ്. ഒരു പ്രണയം ഇങ്ങനെ തുളുമ്പുകയാണ്. പ്രണയം ഇങ്ങനെ തുളുമ്പുന്ന ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അത്രത്തോളം നമുക്ക് അവരുടെ ആ ഒരു സ്നേഹം ഇവിടെ നമുക്ക് വ്യക്തമാവും. അതായത് നിങ്ങൾ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നിട്ടുണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് എന്താ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും ഒരു വഞ്ചനയൊക്കെ വന്നിട്ടുണ്ടാവാം നേരത്തെ. പക്ഷേ അതൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരൊരു തുറന്നു പറച്ചിലിന് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവരെന്ത് ചലഞ്ചസിനെയും നേരിടാൻ ആ ഒരു വ്യക്തി തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചലഞ്ചസിനെയൊക്കെ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ കുടുംബജീവിതവും അവരുടെ വ്യക്തി ജീവിതവും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കാർഡിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് അവർക്ക് അവരുടെ കുടുംബത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി 2 പേരെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാവാം ഈ ഒരു സമയത്ത്. ആ വ്യക്തിയുടെ ലൈഫിൽ അവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കുടുംബത്തിനും പ്രാധാന്യം, അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള സ്നേഹബന്ധത്തിനും ഈ ഒരു സമയത്ത് അവർ ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് വന്നത്. അതുപോലെ തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ്, ഈ തുല്യമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നേരത്തെ അമിത പ്രാധാന്യമൊന്നും നൽകാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാധാന്യമൊക്കെ തരുന്നുണ്ട്. നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ അവർ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ പഴയ കാര്യങ്ങളൊക്കെ അവർ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ കർമാസൊക്കെ ഹീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ലൈഫായിട്ട്, ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വളരെ പോസിറ്റീവായ ഒരു സ്പ്രെഡാണ് വന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു റീഡിംഗ് ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.